opportunity to continue this process of service once more. The other two parties have announced their candidates. I have a great deal of respect for them, and I look forward to a fair and effective contest. I look forward to the opportunities to debate with them the ideas and policies that I stand for. And I look forward very much to a constructive and focused campaign. In 15 years of politics, I have never needed to spend one day of negative campaigning or attacking anybody. I believe very much in constructive and positive politics. We have to give the people a choice. And in a democracy, at the end of the day, the people will decide. That is exactly the spirit in which I am entering this race. And I will be traveling from Sunday to be full-time in my constituency. BJP is claiming that they are going to win 370 seats and NDA is going to cross the figure of 400. Do you think that Congress is going to give a tough time in this election to BJP and NDA? I am quite certain that we'll be giving the BJP a very tough time. The biggest problem the BJP has is, if you ask them where they are going to get the extra seats from, they don't have any convincing answers. Because the problem for them is that they maxed out already in 2019. In many states, at least 8 states that I can name, the only way they can go is down. There is no way left to go up. And that is the situation the BJP finds itself in. Whereas for the Congress, last time we had a disappointing result, and we feel this time we are certainly going to improve considerably on that performance. Rahul Gandhi വീണ്ടും കേരളത്തിൽ മത്സരിക്കുകയാണ് വയനാട്. അപ്പോൾ ഇത്തവണ ഒരു ബൂസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ മത്സരം എപ്പോഴും ഒരു ബൂസ്റ്റാണ് പാർട്ടി പ്രവർത്തകർക്ക്. കാരണം അദ്ദേഹം പാർട്ടിയുടെ ഒരു അറിയപ്പെടുന്ന ഒരു നേതാവാണ്, കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആവേശം വരും നമ്മുടെ ദേശീയ നേതാവ് നമ്മുടെ സംസ്ഥാനത്തിൽ മത്സരിക്കുമ്പോൾ. അതുകൊണ്ട് ഇതിനൊരു പോസിറ്റീവായി തന്നെ കാണുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും, നമ്മൾ ഒരു സീറ്റ് മാത്രമാണ് ഇനിയും പറയാനുള്ളത്, ബാക്കി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ നല്ല സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് ഒരു വിധത്തിൽ നിലപാടെടുത്തതിന്റെ പേരിലും സേവനം ചെയ്തതിന്റെ പേരിലുമാണ് നമ്മൾ വീണ്ടും ജനങ്ങളുടെ കോൺഫിഡൻസ് ആവശ്യപ്പെടുന്നത്. കെ മുരളീധരൻ ഉൾപ്പെടെ ഇത്തവണ മണ്ഡലം മാറിയാണ് മത്സരിക്കുന്നത്. തൃശ്ശൂരാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ പോകുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? വിജയസാധ്യത നമുക്ക് അതിനൊരു സന്ദേശമാണ്. നമുക്ക് അറിയാമല്ലോ, തൃശ്ശൂർ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കർമ്മഭൂമിയാണ്, ജന്മഭൂമിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ നാടിൽ പോയിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മുരളീധരൻ ഉണ്ടാവാൻ പോകുന്ന ഒരു സ്വീകരണം, അത് പിന്നെ അദ്ദേഹം വടകര പോയത് പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ്. അതുപോലെ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് പോവാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടല്ലോ. അച്ഛന്റെ ഒരു സ്ഥലമായിട്ട് അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും അദ്ദേഹം. സംഘടനാ ജനറൽ സെക്രട്ടറി വീണ്ടും ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വരികയാണ്. നോക്കൂ, എല്ലാവരും ആഗ്രഹിക്കുന്നു അദ്ദേഹം വരുന്നു. പക്ഷേ ഇന്നത്തെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് കണ്ടില്ല. ശരി, എല്ലാവരും ആഗ്രഹം അതന്നെ ആയിരുന്നത്. അദ്ദേഹം 2 തവണ അവിടെ മത്സരിച്ച് ജയിച്ച ഒരു സീറ്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷം തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു സ്ട്രോങ് ലിസ്റ്റായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പത്മജ വേണുഗോപാല് BJP-യിലേക്ക് പോയത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ? നോക്കൂ, അവർക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല കാര്യങ്ങളുണ്ടാവും അത് ചെയ്യാൻ. 3 തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച ഒരു വ്യക്തിയായിട്ട് ഞാൻ അറിയപ്പെടുന്നു. അത് മാത്രമല്ല, 3 തവണ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇതോടെ പിന്നെ അവര് പിന്നെ പോകുന്നതിന്റെ അർത്ഥവും അതിന്റെ എന്താ പറയാ വിലയിരുത്തൽ നിങ്ങൾക്ക് വിട്ടുതരും. ഞാൻ അതിനെക്കാട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഞാനൊരു വ്യക്തിയായിട്ട് അറിയും. ഞാൻ അദ്ദേഹത്തിന് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രചരണം ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ 2 തവണ. പക്ഷെ 2 തവണയും നടന്നില്ല. ഇനി ഭാവിയിൽ അവരെന്ത് ചെയ്യുന്നത് എന്താ പറയാ, നമ്മൾ ആരെയും എതിര് സംസാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് വലിയൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വരാൻ പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ.